നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് വക്കം അബ്ദുൽ ഖാദർ മൗലവി വാഗ്ഭടാനന്ദൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ്. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകൾ പാണ്ഡിത്യം നേടിയിരുന്ന നവോത്ഥാന നായകൻ. തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് പുത്രാൻ ബിളാകം വീട്ടിൽ മുഹമ്മദ് കുഞ്ഞ് ആഷ് ബീബി ദമ്പതികളുടെ മകനായി 1873 ഡിസംബർ 28 വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ആമിന ഉമ്മാൾ എന്നാണ്. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾ ഇല്ലാതാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ച ഇദ്ദേഹം ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും കൂടിയായിരുന്നു. 1922 ആരംഭിച്ച ഈ സംഘത്തിൻ്റെ കേന്ദ്രം കൊടുങ്ങല്ലൂരാണ്. 1920 അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നിവയുടെ സ്ഥാപകനായ ഇദ്ദേഹം മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പടപൊരുതി വിദ്യാഭ്യാസത്തിനും നവീകരണത്തിനും വേണ്ടി ശ്രമിക്കുകയും അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിച്ചു. സാർവത്രികമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാനും പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുന്നതിനും മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ച അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളാൽ ഇമാം അൽ മുസ്ലിഹിൻ എന്ന പദവി ലഭിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത അദ്ദേഹം തിരുവിതാംകൂർ സർക്കാരിൻ്റെ മുസ്ലിം ബോർഡിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു. ധർമ്മപോഷിണി സഭ 1931 ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ്, 1918 നിലയ്ക്കാമുക്കിൽ SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചതും വക്കം മൗലവി തന്നെയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച് ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ മുൻനിർത്തി വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 19 വക്കം മൗലവി അഞ്ചുതെങ്ങിൽ സ്ഥാപിച്ച പത്രമാണ് സ്വദേശാഭിമാനി. 1906 ഇതിൻ്റെ പ്രസിദ്ധീകരണം വക്കത്തേക്ക് മാറ്റുകയും 1907 തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. ഈ പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ളയും 1906 ജനുവരി 17 മുതൽ K രാമകൃഷ്ണപിള്ള എഡിറ്ററാവുകയും ചെയ്തു. CP ഗോവിന്ദപിള്ള ആര്യഭൂഷണം എന്ന പത്രത്തിൻ്റെ പത്രാധിപത്യം സ്വീകരിച്ചപ്പോഴാണ് K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപർ ആകുന്നത്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തെ 1910 തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചു. ഭയ കൗടല്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചിരുന്ന ഈ പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം തടഞ്ഞപ്പോൾ വക്കം മൗലവി ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും കൂടവും എന്തിന്? ഞാൻ ഒരു കച്ചവടക്കാരനല്ല. ഒരു പത്രം തുടങ്ങിയതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹിക സേവനവും രാജ്യസേവനവുമാണ്. എൻ്റെ പരമമായ ലക്ഷ്യം ധനമല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ രാജ്യത്തിനു വേണ്ടിയാണ്. എനിക്ക് അത്രയേ വേണ്ടൂ. സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകുകയുള്ളൂ. ഇതെല്ലാം തന്നെ വക്കം മൗലവിയുടെ വാക്കുകളാണ്. വക്കം മൗലവി ആരംഭിച്ച മാസികൾ മുസ്ലിം 1906, അൽ ഇസ്ലാം 1918, ദീപിക 1931 എന്നിവയും ഇതിനുപയോഗിച്ചിരുന്ന ഭാഷ അറബി മലയാളവുമാണ്. 1932 ഒക്ടോബർ 31 ഈ മുസ്ലിം നവോത്ഥാന നായകൻ മരണമടഞ്ഞു. വക്കം മൗലവിയുടെ പ്രധാന അറബി മലയാളം പ്രസിദ്ധീകരണം അൽ ഇസ്ലാമും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസികൾ മുസ്ലിമും ദീപികയുമാണ്. ദീപിക മാസികയിൽ വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത് മൗലവിയാണ്. മറ്റു കൃതികൾ ഖുർആൻ വ്യാഖ്യാനം, നബിമാർ, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ഇസ്ലാമിക് സന്ദേശം, സൂറത്തുൽ ഫാത്തിഹ, ദൗ ഉസ്ബാഹ്. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി എഴുതിയത് ഡോക്ടർ ജമാൽ മുഹമ്മദാണ്. വക്കം മൗലവി ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു.
വാഗ്ഭടാനന്ദൻ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രമെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കുഞ്ഞിക്കണ്ണൻ എന്ന ബാല്യകാല നാമമുള്ള വാഗ്ഭടാനന്ദൻ 1885 ഏപ്രിൽ 27 1060 മേടം 14 കണ്ണൂരിലെ പാട്യഗ്രാമത്തിൽ വയലേരി വീട്ടിൽ കോരൻ ഗുരുക്കൾ ചീരുവമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം VK ഗുരുക്കൾ എന്നും വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയുമാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വാഗ്ഭടാനന്ദൻ ബാലഗുരു എന്ന പേരിലും അറിയപ്പെടുന്നു. പരിഷ്കരണ രംഗത്ത് രാജാറാം മോഹൻ റോയിയെ മാതൃകയാക്കിയ വാഗ്ഭടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനം അദ്വൈത ദർശനമാണ്. മലബാറിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണത്തിന് അനുയോജ്യമായ പശ്ചാത്തലമൊരുക്കി എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്നു തന്നെയാണെന്നും മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ജാതി പ്രമാണം ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രഖ്യാപിച്ച അദ്ദേഹം കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞു. നിർഗുണോപാസന എന്ന ആരാധനാരീതി അവലംബിക്കാൻ നിർദ്ദേശിച്ച അദ്ദേഹം ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ചു. 1906 കോഴിക്കോട് കാരപ്പറമ്പിൽ തത്വപ്രകാശിക ആശ്രമം എന്ന സംസ്കൃത പഠന കേന്ദ്രം ആരംഭിച്ച അദ്ദേഹം 1911 കോഴിക്കോടിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചു. 1929 ആത്മവിദ്യാ കാഹളം, 1914 ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ച അദ്ദേഹം ജനപാഠശാല സ്ഥാപിക്കുകയും ഏറ്റുമാറ്റ് എന്ന സാമൂഹിക അനാചാരം നിർത്തലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആത്മവിദ്യാസംഘം, അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ഭടാനന്ദൻ 1917 സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. കുന്നോത്ത് കുഞ്ഞേക്ക് ഗുരുക്കൾ, കറപ്പയിൽ കണാരൻ മാസ്റ്റർ, ധർമ്മധീരൻ, കയ്യാല ചേക്കു, പാലേരി ചന്തമ്മൻ എന്നിവരാണ് ഈ സംഘടനയുടെ സ്ഥാപനത്തിനായി മുൻകൈ എടുത്തവർ. മലബാർ പ്രധാന പ്രവർത്തന മേഖലയായ ഇതിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് 1921 പ്രസിദ്ധീകരിച്ച സ്വതന്ത്ര ചിന്താമണിയും. ഇതിൻ്റെ മുഖപത്രം 1921 വാഗ്ഭടാനന്ദൻ തന്നെ പ്രസിദ്ധീകരിച്ച അഭിനവ കേരളവുമാണ്. ആപ്തവാക്യം ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ. ഇതിൻ്റെ ആദ്യ സമ്മേളനം കാരക്കാട് വെച്ച് നടക്കുകയും K ദേവയാനി, P ഭാർഗവിയമ്മ, M ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവർ ആത്മവിദ്യാസംഘത്തിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ പ്രധാന നേതാക്കൾ ആയിരിക്കുകയും ചെയ്തു. CP രാമൻ പ്രഥമ പത്രാധിപരായ ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ആത്മവിദ്യയും 1932 വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം പുന്നപ്രയിൽ നടക്കുകയും ചെയ്തു. 1927 കോഴിക്കോട്ട് വച്ച് പ്രീതി ഭോജനം നടത്തിയ വാഗ്ഭടാനന്ദൻ തന്നെയാണ് പ്രീതി വിവാഹവും നടത്തിയത്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന മുഖക്കുറിപ്പോടെ 1929 പ്രസിദ്ധീകരിച്ച മാസികയാണ് ആത്മവിദ്യാ കാഹളം. കമ്മ്യൂണൽ അവാർഡിനെതിരെ 1932 ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചപ്പോൾ ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കൂ എന്ന എഡിറ്റോറിയൽ എഴുതിയ വാഗ്ഭടാനന്ദനാണ് ഇളനീരാട്ടം പോലുള്ള അനാചാരങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതി രചിച്ചത്. മലബാർ ആത്മവിദ്യാസംഘത്തിൻ്റെ രക്ഷാധികാരിയായിരുന്ന കല്ലിയത്ത് ചാത്തുക്കുട്ടി നമ്പ്യാരുടെ ബഹുമാനാർത്ഥം 1939 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാഗ്ഭടാനന്ദൻ്റെ മാസികയാണ് യജമാനൻ. മറ്റു കൃതികൾ ആത്മവിദ്യാ ലേഖമാല, ആധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി, മാനസ ചാബല്യം, മംഗളശ്ലോകങ്ങൾ, പ്രാർത്ഥനാ മഞ്ജരി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. AV കുഞ്ഞമ്പുവിൻ്റെയും KP അപ്പു മാസ്റ്ററുടെയും നേതൃത്വത്തിൽ സ്ഥാപിതമായ അഭിനവ ഭാരത യുവക് സംഘവുമായി സഹകരിച്ച് പ്രവർത്തിച്ച വാഗ്ഭടാനന്ദൻ 1936 കരിവള്ളൂരിൽ നടത്തപ്പെട്ട ഇതിൻ്റെ 1ാം വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. നാലെണ്ണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു, അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു, നിങ്ങളുള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക എന്നിവ വാഗ്ഭടാനന്ദൻ്റെ വാക്കുകളാണ്. 1914 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വാഗ്ഭടാനന്ദൻ്റെ ദാർശനിക ഗ്രന്ഥം ആധ്യാത്മയുദ്ധമാണ്. സ്വാമി ആര്യഭട്ടൻ, സാമന്തഭദ്രൻ എന്നിവരാണ് വാഗ്ഭടാനന്ദൻ്റെ പ്രധാന ശിഷ്യന്മാർ.
എട്ടേമട്ട് എന്ന സാമൂഹിക അനാചാരം നിർത്തലാക്കാൻ ശ്രമിച്ചതും വാഗ്ഭടാനന്ദനാണ്. 1939 ഒക്ടോബർ 29 1115 തുലാം 13 വാഗ്ഭടാനന്ദൻ മരണമടഞ്ഞു. ശ്രീ വാഗ്ഭടാനന്ദൻ്റെ പേരിൽ ഒരു ജാരസന്തതി എന്ന ലഘുഗ്രന്ഥത്തിൻ്റെ കർത്താവ് PVK നെടുങ്ങാടിയും ഭഗവത്ഗീതയും ഇടമറുകും എന്ന കൃതി എഴുതിയത് വാഗ്ഭടാനന്ദൻ്റെ പുത്രനായ VS ഹർഷവർദ്ധനുമാണ്. വാഗ്ഭടാനന്ദനെ കുറിച്ച് പന്തി ഭോജനം R ബാലകൃഷ്ണൻ, മഹർഷി വാഗ്ഭടാനന്ദ ഗുരുദേവൻ, സ്വാമി ബ്രഹ്മവ്രതൻ എന്നിങ്ങനെ കൃതികളുണ്ട്. വാഗ്ഭടാനന്ദൻ ഒരു ആർഷ സന്യാസിയായിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പ്രസ്താവിച്ച സുകുമാർ അഴിക്കോട് തൻ്റെ കൃതിയായ തത്വമസിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയ്ക്കായി ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. പിൽക്കാലത്ത് ഇത് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയി മാറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയായ ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ULCCSൻ്റെ പ്രഥമ വാഗ്ഭടാനന്ദ പുരസ്കാരം നേടിയത് MD വാസുദേവൻ നായരാണ്. കോഴിക്കോട് ജില്ലയിലെ നെല്ലിക്കോടാണ് ULCCSൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സൈബർ പാർക്ക് UL സൈബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം 2016 ഫെബ്രുവരി 27 പ്രണവ് മുഖർജി നിർവഹിച്ചു. 2019 ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൽ അംഗത്വം ലഭിച്ച ഈ സംഘടനയ്ക്ക് 2021 ആനുവൽ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ടിൻ്റെ 10ാം എഡിഷനിൽ വ്യവസായ ഉപഭോക്തൃ സേവന മേഖലയിൽ ഏറ്റവും ഉയർന്ന വിറ്റുവരവുള്ള രണ്ടാമത്തെ സ്ഥാപനം എന്ന സ്ഥാനം ലഭിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.